കാർഷിക വിപ്ലവങ്ങൾ. ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർഷിക ഉൽപ്പാദനം. ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർഷിക ഉൽപ്പാദനം. ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാലുൽപാദനം. ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാലുൽപാദനം. നീല വിപ്ലവം എന്നറിയപ്പെടുന്നത് മത്സ്യോൽപാദനം. നീല വിപ്ലവം എന്നറിയപ്പെടുന്നത് മത്സ്യോൽപാദനം. രജത വിപ്ലവം എന്നറിയപ്പെടുന്നത് മുട്ട ഉൽപാദനം. രജത വിപ്ലവം എന്നറിയപ്പെടുന്നത് മുട്ട ഉൽപാദനം. മഞ്ഞ വിപ്ലവം എന്നറിയപ്പെടുന്നത് എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. മഞ്ഞ വിപ്ലവം എന്നറിയപ്പെടുന്നത് എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. ഗ്രേ വിപ്ലവം എന്നറിയപ്പെടുന്നത് വളം ഉൽപാദനം. ഗ്രേ വിപ്ലവം എന്നറിയപ്പെടുന്നത് വളം ഉൽപാദനം. ബ്രൗൺ വിപ്ലവം എന്നറിയപ്പെടുന്നത് കൊക്കോ തുകൽ ഉൽപാദനം. ബ്രൗൺ വിപ്ലവം എന്നറിയപ്പെടുന്നത് കൊക്കോ തുകൽ ഉൽപാദനം. സിൽവർ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി ഉൽപാദനം. സിൽവർ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് പരുത്തി ഉൽപാദനം. റൗണ്ട് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഉരുളക്കിഴങ്ങ് ഉൽപാദനം. റൗണ്ട് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഉരുളക്കിഴങ്ങ് ഉൽപാദനം. ചുവപ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് മാംസം തക്കാളി ഉൽപാദനം. ചുവപ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് മാംസം തക്കാളി ഉൽപാദനം. സ്വർണ്ണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറി തേൻ ഉൽപാദനം. സ്വർണ്ണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറി തേൻ ഉൽപാദനം. മഴവിൽ വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം. മഴവിൽ വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം.